ടു ലേണിനോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് KTUവിൻ്റെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നൊരു സബ്ജക്റ്റിൽ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 2-ലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു മൊഡ്യൂൾ 2 എന്നൊരു ഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, കാരണം ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ, അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഇത്. ആക്ച്വലി എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പഠിച്ച് ഒരു കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാമെന്നൊരു കോൺസെപ്റ്റിലൂടെ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സിലബസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ നോക്കുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കുറിച്ചിട്ടാണ് അല്ലേ. അതായത് അതിൽ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ്, ബേസിക് ടെർമിനോളജീസ് ആയിട്ടുള്ള MMF, ഫീൽഡ് സ്ട്രെങ്ത്, ഫീൽഡ് ഡെൻസിറ്റി, റിലക്റ്റൻസ് അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സും അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സും തമ്മിലുള്ള കമ്പാരിസൺസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് മെയിനായിട്ട് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫാരഡേസ് ലോയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ലെൻസസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. കാരണം 4 മാർക്ക് റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഇത് വളരെ, അതായത് ലോസ്, ഫാരഡേസ് ലോസ് ആണെങ്കിലും ലെൻസസ് ലോ ആണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ഇതാണ്. പിന്നെ അതുകൂടാതെ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടോപ്പിക്സ്. ഓക്കെ, അത് വിട്ട് കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറൻറ്റിലുള്ള ഫണ്ടമെൻ്റൽസ്, അതായത് നമുക്ക് ഫ്രീക്വൻസി, ടൈം പീരീഡ്, ആവറേജ്, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ ഇതിൽ മെയിനായി നോക്കേണ്ടത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻസ്, അതുപോലെ ബേസിക് ടെർമിനോളജീസ് 4 മാർക്കിന് ചോദിക്കാറുണ്ട്. MMF എന്താണ്, ഫീൽഡ് സ്ട്രെങ്ത് എന്താണെന്ന്, ഇത് തിയറി റിലേറ്റഡ് ആയിട്ടാണ്. അതുപോലെ തന്നെ ഫാരഡേസ് ലോയും ലെൻസസ് ലോയും ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക. അതുകൂടാതെ തന്നെ നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറൻറ്റിലുള്ള ഓരോ ടേംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആൾട്ടർനേറ്റിംഗ് കറൻറ്റ് ടേംസ് അത് വെച്ച് പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ നന്നായി നോക്കിയിട്ട് പോകണം. അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 2-ൽ കവർ ചെയ്യുന്ന ഒരു പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഞാൻ പറഞ്ഞ പോലെ ടേംസിലെ MMF, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എന്താണ് ഫാരഡേസ് ലോസും ലെൻസസ് ലോയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എന്താണ് ഇൻഡ്യൂസ്ഡ് EMF, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതുപോലെ നമ്മുടെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ സൈനസോയിഡൽ വേവ് ഫോമിൻ്റെ എക്സ്പ്രഷൻ എന്ന് ഡിറൈവ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ എന്താണ് 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 4 മാർക്കിന് ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കോയിലിൻ്റെ ഫോർമുല വെച്ചിട്ട്, അതുകൂടാതെ കണ്ടക്ടറിൻ്റെ ലെങ്ത് കീപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ് ഇൻഡക്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, അതൊക്കെ എന്തിൻ്റെ ബേസിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, 4 മാർക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് തിയറി ആയിട്ട് വരുമ്പോൾ നമ്മുടെ ടേംസുകൾ നന്നായി നോക്കുക. അതായത് MMF, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തും മാഗ്നറ്റിക് ഫ്ലക്സ് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഒക്കെ തിയറി പോർഷൻസിലും, ഫാരഡേസ് ലോയും അതുപോലെ ലെൻസസ് ലോ ഒക്കെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തിയറി ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ടൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ നോക്കുക. എല്ലാം ഇതിൽ വരുന്നത് എന്താണ് പ്രോബ്ലമാറ്റിക് ആണ്. നോക്കിക്കേ, ആവറേജ് വാല്യൂ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അല്ലേ, ട്രയാങ്കിൾ വേവ് ഫോമിൻ്റെ, അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റിൻ്റെ ഇക്വേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് കറൻറ്റ്, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെ മാത്രം നോക്കുക. ഓക്കെ, പോയിൻ്റ് ഓഫ് വ്യൂ, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഇതെല്ലാം നോക്കുന്നത്. കൂടാതെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോയിലിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, അതുപോലെ ഗാൽവനോമീറ്ററിൽ റീഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് വാല്യൂ, അപ്പോൾ എന്താണ് അതിൻ്റെ RMS വാല്യൂ കണ്ടുപിടിക്കാൻ, ആവറേജ് വാല്യൂ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുപോലെ സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF വളരെ ഇമ്പോർട്ടൻറ്റ്, എഗെയിൻ റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ തന്നിട്ടുണ്ട്. അത് പിന്നെ എന്താണ് ഫ്രീക്വൻസി, ടൈം പീരീഡ്, വോൾട്ടേജ്, അതായത് AC ഫണ്ടമെൻ്റൽസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതെല്ലാം മോസ്റ്റ്ലി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലമാറ്റിക് ആയിട്ടാണ് മെയിനായിട്ട് ചോദിക്കുക. അതായത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് കോയിൽ, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്, റിലേറ്റീവ് പെർമിയബിലിറ്റി, ഇതൊക്കെ എന്താണ് തിയറി പോർഷൻസ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ ഒരു മൊഡ്യൂൾ ബേസ് ആണെങ്കിൽ. അതായത് ടേംസുകൾ നോക്കാം, മാഗ്നറ്റിക് സർക്യൂട്ട് ടേംസുകൾ നോക്കുക, അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്തൊക്കെയാണ് ഫാരഡേസ് ലോയും ലെൻസസ് ലോയും ഒക്കെ നമ്മളതിൽ റിപ്പീറ്റ്
റിലേറ്റഡ് ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്പിൾ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആ ഒരു ഭാഗത്തു നിന്ന് നോക്കാം. പിന്നെ എന്താണ് AC ഫണ്ടമെന്റൽസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും പഠിക്കുക. കാരണം അതൊന്നും നമുക്കൊരു സ്കിപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ല. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നമുക്ക് വെറുതെ ഒരു 14 മാർക്ക് നമ്മൾ കളയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ എങ്ങനെ പഠിച്ചാലും നമുക്ക് ഒരു 10 മാർക്കോ 14 മാർക്ക് സ്കോർ ചെയ്യാം. കാരണം ഈ ഒരു മൊഡ്യൂൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഒരു ഭാഗങ്ങളിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ബേസിക് ഡെഫിനിഷൻസ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൽ വരുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ സ്പേസ് ഓഫ് റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റിക് വിത്തിൻ വിച്ച് ദ മാഗ്നറ്റിക് എഫക്റ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു മാഗ്നറ്റിക് എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ടുണ്ടാകും, അതിൽ എന്താണ് അതിൻ്റെ സ്പേസ് അല്ലെങ്കിൽ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റിക്കിൽ ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റിക് ഫീൽഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന, അതാണ് നമ്മൾ സർക്യൂട്ടിൽ കാണിക്കുന്നത്. ലൈൻസ് ഓഫ് ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വെബർ ആണ്. ഓക്കെ, ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ പ്ലെയിൻ ഈസ് ഡിഫൈൻഡ് എസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന യൂണിറ്റ് വന്നിട്ട് ടെസ്ല ആണ്. അതായത് എന്താണ്, വെബർ. നമ്മുടെ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ബൈ ഏരിയ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. അതൊക്കെ ഈസിയായി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഓരോ പാരാമീറ്റേഴ്സാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മാക്സിമം ഒരു 4 മാർക്ക് വെറുതെ കളയരുത് നമ്മൾ ഒരിക്കലും. കാരണം ഇതിനൊക്കെ ആ ഒരു റിലേറ്റഡ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ചെയ്തു, എന്താണ് MMF, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നുള്ളതൊക്കെ. അപ്പം MMF എന്താണ്, അതായത് മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് പ്രഷർ വിച്ച് സെറ്റപ്പ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, MMF എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് വന്നിട്ട് എന്താണ്, ആംബിയർ ടേൺസ് ആണ്. സോ MMF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ട് എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ ഇൻറ്റു കറണ്ട്. അത്രയും ഓർത്ത് വയ്ക്കുക. ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് ഇത് MMF ഈക്വൽ ടു എന്നാണ്, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ ഇൻറ്റു കറണ്ട് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് എന്താണ്, കറക്റ്റാണ് ആൻസർ. MMF ഈക്വൽ ടു N ഇൻറ്റു I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് സ്ട്രെങ്ത്തും അല്ലേ. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, അതൊക്കെ ഒരു കോമൺ വേർഡാണ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ദാറ്റ് എനി പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ് ബൈ എ യൂണിറ്റ് നോർത്ത് പോൾ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അതിനെ H വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ന്യൂട്ടൺ പെർ വെബർ ആണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈസ് മെഷർ ഓഫ് മാഗ്നറ്റൈസേഷൻ ദാറ്റ് എ മെറ്റീരിയൽ ഒബ്റ്റെയിൻ ഇൻ റെസ്പോൺസ് ടു എ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ പെർമിയബിലിറ്റി ഈസ് ടിപ്പിക്കലി റെപ്രസെൻറ്റഡ് ഇൻ എങ്ങനെയാണ്, മ്യൂലാണ്. മ്യൂ ഈക്വൽ ടു B/H മാഗ്നറ്റിക് പെർമിയബിലിറ്റി. ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുള്ളതാണ്. മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്താണ്, റിലക്റ്റൻസ് എന്താണ്, പെർമിയൻസ് എന്താണ് എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്ന കേസ് തന്നെയാണ്. ജസ്റ്റ് എന്താണ് ഇതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാം, ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രയേ ഉള്ളൂ. അതായത് റിലക്റ്റൻസ് എന്താണ്, ദ ഓപ്പോസിഷൻ ദാറ്റ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫേഴ്സ് ടു എ ഫ്ലക്സ് ഈസ് കാൾഡ് റിലക്റ്റൻസ് അല്ലേ. അതെന്താണ്, മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഒപ്പോസിറ്റിംഗ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുക റിലക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് അത് എന്തിനും ഡിപ്പെൻഡ് ചെയ്യും, ലെങ്ത്, അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പെർമിയബിലിറ്റിനെയൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ ടേൺസ് പെർ വെബർ ആണ്. സോ റിലക്റ്റൻസ് ഇസ് ഈക്വൽ ടു L/μ0 μr and A ആണ് അല്ലേ. μ0 μr ഇൻറ്റു A ആണ് ഇതിൻ്റെ റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പെർമിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലക്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ്. അപ്പോൾ എന്താണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ പെർമിയൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് മെഷർ ഓഫ് ദ ഈസ് വിത്ത് വിച്ച് ഫ്ലക്സ് ക്യാൻ പാസ് ത്രൂ ദ മെറ്റീരിയൽ. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെബർ പെർ 80 ആണ്. സോ നേരെ അതിൻ്റെ തിരിച്ചിടുക. നമ്മുടെ റിലക്റ്റൻസ് പഠിച്ചു കഴിഞ്ഞാൽ പെർമിയൻസ് എളുപ്പമായി. പെർമിയൻസ് P ഈക്വൽ ടു എന്താണ്, μ0 μr A/L ആണ്. അതായത് μ A/L എന്ന് പറയും. μ0 എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമിയബിലിറ്റി ഇൻ ഫ്രീ സ്പേസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ് വാക്വത്തിലുള്ളത്. അതായത് 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. μr എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. L പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത് ഇൻ മീറ്റർ. A പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് സ്ക്വയർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ റിലക്റ്റൻസും പെർമിയൻസും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഞാൻ. നെക്സ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോ, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് വരുന്നതിലുള്ളതാണ് എന്ത്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ.
ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്? വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ ഓർ കോയിൽ ചേഞ്ചസ്, അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അതായത് വെൻ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് എ കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു കോയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. സെക്കൻഡ് ലോ എന്താണ് നമുക്ക് പറഞ്ഞു വരുന്നത്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഓർ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് ആണ് നമ്മുടെ എന്താ ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നോക്കിയിട്ട് പോവുക. ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, റിപ്പീറ്റഡ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം. നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ലെൻസസ് ലോ അല്ലേ? അതായത് ലെൻസസ് ലോ നമുക്ക് തരുന്നത് എന്താണ്? ഇസ് യൂസ്ഡ് ഫോർ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് കറണ്ടിനെയാണ്. അപ്പോൾ എന്താണ്? ദിസ് ഈസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ലെൻസസ് ലോ അല്ലേ? അതെന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? ദ ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ സോ as to oppose the cause that produce it. നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകുന്നതിന് എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. ആ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലേ? അതായത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E = -N × dφ/dt ആണ്. അതിൽ നെഗറ്റീവ് സൈൻ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യുകയാണ്? ഒപ്പോസ് ചെയ്യുകയാണ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിനെ. സോ ദാറ്റ് കോസ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ലെൻസസ് ലോ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ലെൻസസ് ലോ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലെൻസസ് ലോ വെച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? E = -N × dφ/dt. ഇവിടുത്തെ നെഗറ്റീവ് സൈൻ എന്തിനാണ് ഇംപ്ലൈസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡ്യൂസ് കറണ്ട് ഒപ്പോസസ് ദ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലേ? അതിൽ ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിൽ ഫ്ലോ ഇൻ സച്ച് എ ഡയറക്ഷൻ സോ as to oppose the cause that produces it. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ ലെൻസസ് ലോയും ഫാരഡേസ് ലോയും വളരെ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് എന്താണ്? ഇൻഡ്യൂസ്ഡ് EMF എടുക്കുകയാണെങ്കിൽ എന്താണ്? സ്റ്റാറ്റിക്കൽ ഇൻഡ്യൂസ്ഡ് EMF അതുപോലെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഒക്കെ ഉണ്ട് അല്ലേ നമ്മുടെ കേസിൽ. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താണ്? ദ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡ്. ഒരു കണ്ടക്ടർ ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് എന്ത് സംഭവിക്കും? ഇൻ സച്ച് എ വേ ദാറ്റ് ദ ഫ്ലക്സ് ലിങ്കിങ് ഇറ്റ് ചേഞ്ച് ഇറ്റ്സ് മാഗ്നറ്റ്യൂഡ്. അതിൻ്റെ ഫ്ലക്സ് എന്ത് ചെയ്യും? അതിൻ്റെ മാഗ്നറ്റ്യൂഡ് ചേഞ്ചസ് ഉണ്ടാവും. സോ ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് വേ ഈസ് കാൾഡ് എന്താണ്? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്നാണ് പറയുന്നത്. സോ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ conductor which is in motion. So the conductor length L meter ആണ്. Move the right angle in a uniform magnetic field of BW Weber per meter square and the velocity V meter per second through a small distance dx in a dt/second. അപ്പോൾ the area of set of the conductor എന്താണ്? L × dx ആയിരിക്കും. അതിൽ ഫ്ലക്സ് കട്ട് എന്ന് പറയുന്നത് dφ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ സ്ട്രെക്റ്റ് ആണ്. അതായത് BL dx/Weber ആണ്. സോ നമ്മുടെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അനുസരിച്ച് EMF ഇൻഡ്യൂസ്ഡ് ഇൻ കണ്ടക്ടർ ഇങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. E = N dφ/dt ആണ്. അതായത് BL dx/dt ആണ്. അല്ലെങ്കിൽ എന്താണ്? BLB വോൾട്ട് ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് തന്നെയാണ് അല്ലേ? സോ ഇഫ് ദ കണ്ടക്ടർ മൂവ്സ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി = എന്താണ്? V sin θ ആണ്. സോ E = BLB sin θ ആണ്. ഇത്രയും നോക്കുക. അതാണ് എന്ത് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ്? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? കണ്ടക്ടർ സ്റ്റേഷനറി ആകുമ്പോൾ അല്ലേ? ദ കണ്ടക്ടർ ഈസ് സ്റ്റേഷനറി ആൻഡ് ദ ഫീൽഡ് ഈസ് മൂവിങ് ഓർ ചേഞ്ചിങ്. ഫീൽഡ് മൂവ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന EMF ഇൻഡ്യൂസിൻ്റെ കണ്ടക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ഇത് രണ്ടായി ക്ലാസിഫൈ ചെയ്തിരുന്നത്. അതായത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, അതുപോലെ മ്യൂച്വൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. സോ EMF ഇൻഡ്യൂസ്ഡിൻ്റെ കോയിൽ ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഇറ്റ്സ് ഓൺ ഫ്ലക്സ് ലിങ്ക് വിത്ത് ഈസ് കാൾഡ് എ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അതുപോലെ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോൾ EMF ഇൻഡ്യൂസ്ഡിൻ്റെ കോയിൽ ഡ്യൂ ടു ചേഞ്ചിങ് കറണ്ടിൻ്റെ നൈബറിങ് കോയിലിനെയാണ് നമ്മൾ എന്ത് പറയുക? മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡ്യൂസ്ഡിൻ്റെ ഇക്വേഷൻസ് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് കിട്ടാവുന്നതാണ് അല്ലേ? സെൽഫ് ഇൻഡ്യൂസ്ഡ് എന്താണ്? ഡസ് നോട്ട് പ്രിവെൻറ്റ് കറണ്ട് ഫ്രം ചേഞ്ചിങ് ഇറ്റ്സ് ആർ ഓൺലി എ ഡിലേ ദ ചാർജ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞാൽ N dφ/dt = d/dt of N5 ആണ്. അപ്പോൾ ഓരോ ഇക്വേഷൻസും നമ്മൾ നോക്കി പോകണം. കാരണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കാര്യങ്ങൾ നന്നായി ഡീറ്റെയിൽ ആയി നോക്കുക. ഓരോ ഇക്വേഷൻസ് നോക്കുക, അതിൻ്റെ എക്സ്പ്രഷൻ വൈസ് നോക്കുക. ഓക്കെ. അതുപോലെ തന്നെ സോളിനോയിഡ് ആണ് അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് L = N dφ/dt ആണ്. അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് MMF/റിലക്റ്റൻസ് ആണ്. സോ NI/L × A μ0 ആണ് അല്ലേ? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് L കിട്ടും. സോളിനോയിഡ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ വരുന്നതാണ് അതൊക്കെ. അടുത്ത
എന്താണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എടുക്കുകയാണെങ്കിൽ എന്താണ് 2 കോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ, അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. സോ അതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ് ഒരു ഫ്ലക്സ് അവിടെ ഉണ്ടാവുന്നു അല്ലേ, അതിൽ നിന്ന് എന്താണ് ഫ്ലക്സ് ലിങ്ക് ചെയ്ത് ആ ഫ്ലക്സ് മൂലം അത് മറ്റേ എന്താണ് അടുത്ത കോയിലിലേക്ക് ലിങ്ക് ചെയ്യുന്നു. അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇഫ് എ കറണ്ട് ഇൻ എ കോയിൽ എ ഈസ് വേരിഡ്, മ്യൂച്വൽ ഫ്ലക്സ് ആൾസോ വേരി ആൻഡ് ഹെൻസ് EMF is induced in the coil B. So EMF induced in coil B is mutual induced EMF ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും എന്താണെന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. ഇത് എന്തിനാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ഈ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്, അതുപോലെ തന്നെ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്നുള്ള ടോപ്പിക്സ്. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയി പറയുന്നത് കേട്ടോ. അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് എസ് എ ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കറണ്ട് ഇൻ വൺ കോയിൽ ദാറ്റ് ലിങ്ക് ദി അതർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് when the entire flux of one coil link the other, coefficient of coupling if for half of the flux set up in one coil link the other, then the coefficient of coupling is 0.5 അല്ലെങ്കിൽ 50% ആയിരിക്കും. If two coils have self inductance L1 and L2, then the mutual inductance between them is given by M equal to K into root L1 L2. അതാണ് the coefficient of coupling-നെ കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസിംഗ് ബൈ ദ കറണ്ട് ഇൻ വൺ കോയിൽ ദാറ്റ് ലിങ്ക് ദി അതറിനെയാണ് നമ്മൾ എന്ത് സിമ്പിളായി പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ AC ഫണ്ടമെൻ്റൽസിലെ, അത് നമ്മുടെ സിലബസിലെ സെക്കൻഡ് പോർഷനാണ് ഈ AC ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. ഇതിലെ ഓരോ ടോപ്പിക്സും, അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഒരു വേവ് ഫോം? നമുക്കറിയാം AC വേവ് ഫോം എന്താണ്, സൈനസോയിഡൽ വേവ് ഫോം ആയിരിക്കും അല്ലേ. വേവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ദ പാർട്ട് റൈസ്ഡ് ബൈ എ ക്വാണ്ടിറ്റി സച്ച് എസ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്, പ്ലോട്ട് ചെയ്തിട്ടുണ്ട് സൈൻ വേവിൻ്റെ അല്ലേ. സം വേരിയബിൾ സച്ച് എസ് ടൈം ഉണ്ടാവും, പൊസിഷൻ ഉണ്ടാവും, ഡിഗ്രി ഉണ്ടാവും, റേഡിയൻസിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേവ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഉണ്ടാവും E1 എന്ന് പറയുന്നത്, നമ്മുടെ ഡയഗ്രാമിൽ കാണുന്നില്ലേ E1 പറയുന്നത്. അതായത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വേവ് ഫോം അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ എന്താണ് പീക്ക് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ട്. അതായത് മാക്സിമം നമുക്ക് എത്ര മാക്സിമം പറഞ്ഞിട്ടൊരു സാധനം കാണുന്നില്ലേ നമ്മൾ സർക്യൂട്ടിൽ സൈൻ വേവിൽ, അതുതന്നെയാണ് EM എന്ന് പറയുന്നത്. EM കണ്ടോ, മാക്സിമം ഓരോ എല്ലാ ടേംസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. താഴെ EM കൊടുത്തിട്ടുണ്ട്, E1 അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ E1 തന്നിട്ടുണ്ട്, അതുപോലെ പീക്ക് ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അതായത് EM വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് മാക്സിമം വാല്യൂ ഓഫ് എ വേവ് ആസ് മെഷേർഡ് ഫ്രം ഇറ്റ്സ് ആവറേജ് ഓർ മീൻ വാല്യൂ, ഇറ്റ് ഈസ് ദ മാക്സിമം വാല്യൂ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓഫ് എൻ ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീക്ക് ആംപ്ലിറ്റ്യൂഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് AC ഫണ്ടമെൻ്റൽസിൽ ഡെഫിനിഷനാണ് പീക്ക് ടു പീക്ക് വാല്യൂ എന്താണ്, ദ മാക്സിമം വാല്യൂ ഓഫ് എ വേവ് ഫോം ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് വേവ് പീക്സിനെയാണ് എന്ത് പറയുന്നത്, പീക്ക് ടു പീക്ക് വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് പീരിയോഡിക് വേവ് ഫോം. എന്താണ് പീരിയോഡിക് വേവ് ഫോം പറയുന്നത്, എ വേവ് ഫോം ദാറ്റ് കണ്ടിന്യൂലി റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ ദ സെയിം ഇൻ്റർവെൽ ടൈം ഇൻ്റർവെൽ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പീരിയോഡിക് വേവ് ഫോം എന്ന് പറയുന്നത്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുക, സൈക്കിൾ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ അങ്ങനെയല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, അതായത് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂവിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസിനെ അതിന് ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ എന്ത് പറയുക, സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ പീരീഡ് എന്ന് പറഞ്ഞാൽ ടൈം പീരീഡ്, അതായത് ടൈം ടേക്കൺ ബൈ ആൻ ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി ടു കംപ്ലീറ്റ്, ഒരു വൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് ഒക്കർ ഇൻ വൺ സൈക്കിൾ, സെക്കൻഡ്സിൽ എത്ര സൈക്കിൾ ഒക്കർ ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഹെർട്സ് ആണ് അല്ലേ. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനൊന്നും മാർക്ക് നമ്മൾ ഒരിക്കലും മിസ്സാക്കരുത്. കാരണം ഇത് ഒരു സൈൻ വേവ് എടുത്തു കഴിഞ്ഞാൽ സൈൻ വേവ് ഒരു വേവിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അറിഞ്ഞ് നമ്മൾ പഠിക്കുന്ന കേസ് തന്നെയാണ്. അപ്പോൾ അത് വിട്ട് കളയരുത്, ആ മാർക്കുകളൊന്നും നമ്മൾ വിട്ട് കൊടുക്കരുത്. കാരണം ഇതിന്നൊക്കെയാണ് നമുക്ക് എന്താണ് സിമ്പിളായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഓരോ ഭാഗങ്ങൾ അല്ലേ. ഒരു ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിട്ടുണ്ട് ഒരു പീരിയോഡിക് വോൾട്ടേജ് വേവ് ഫോം തന്നിട്ടുണ്ട്. ആ ഒരു ഇതിങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. അതിലെന്താണ് ഫ്രീക്വൻസി ഓഫ് എ വേവ് ഫോം, RMS വാല്യൂ, ഫോം ഫാക്ടർ, വേവ് ഇക്വേഷൻ ഫോർ 0 ലെസ് ദാൻ t ലെസ് ദാൻ 100 മില്ലി സെക്കൻഡ്, അതുപോലെ ആവറേജ് വാല്യൂ. ഇതൊക്കെ AC ഫണ്ടമെൻ്റൽസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ പറ്റും. അതായത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്താണ് ഫോർമുല, 1/t എത്രയാണ് 10, നമുക്ക് തന്നത് 10 വോൾട്ട് ടൈം 10 സെക്കൻഡ്, അപ്പോൾ 10 ഹെർട്സ്
ഹെർട്സ് ആണ് നമ്മുടെ ഫ്രീക്വൻസി നമുക്ക് എഴുതാം. പിന്നെ വേവ് ഇക്വേഷൻ അതായത് RMS വാല്യൂ E ഈക്വൽ ടു എന്താണ് 10/100 ഇൻറ്റു 10⁻³ ഇൻറ്റു T വെച്ച് നമുക്ക് ചെയ്യാം. അതുപോലെ മീൻ സ്ക്വയർ വാല്യൂ E എന്ന് പറഞ്ഞാൽ എന്താണ് E സ്ക്വയർ അതായത് 1/100 ഇൻറ്റു 10⁻³ ഇൻറ്റഗ്രൽ 0 to 100 ഇൻറ്റു 10⁻³ ഇൻറ്റു 10^100 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ ഇൻറ്റു T സ്ക്വയർ dt എന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 33.3 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ VRMS √33.3 എന്ന് പറഞ്ഞാൽ 5.77 വോൾട്ട് ആണ് കിട്ടുന്നത്. അതുപോലെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് VM / 2 ചെയ്ത് കഴിഞ്ഞാൽ അതായത് VM പറഞ്ഞാൽ എത്രയാണ് ഇവിടെ 10 ആണ്. 10 / 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് 5 വോൾട്ട് എന്ന് കിട്ടി. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് VRMS / V ആവറേജ് വാല്യൂ ആണ്. സോ 5.77/5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 1.15. ഇങ്ങനെ ഓരോ ഇക്വേഷൻസും നോക്കിയിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക. കാരണം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നോക്കുക. കാരണം AC ഫണ്ടമെൻ്റൽസിൽ നിന്ന് റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഇത് ഫ്രീക്വൻസി, അതുപോലെ RMS വാല്യൂ, ഫോം ഫാക്ടർ, ആവറേജ് വാല്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ അടുത്ത എന്താണ് ഒരു അപ്ലൈഡ് വോൾട്ടേജ് ഓഫ് എ സീരീസ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് വന്നിട്ട് ഒരു സീരീസ് സർക്യൂട്ടിന് എത്രയാണ് 100 sin ωt + 10 ആണ്. ആൻഡ് ദ കറണ്ട് വന്നിട്ട് അവിടെ എത്രയാണ് 10 sin ωt - 30 ആണ്. അപ്പോൾ പവറാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എന്താണ് 100 sin ωt + 10 ആണ്. കറണ്ട് വന്നിട്ട് 10 sin ωt - 30 ആണ്. അപ്പോൾ ഇതിൽ എന്താണ് VM കണ്ടുപിടിക്കാൻ എന്താണ് 100 ആണ്. സോ VRMS = VM/√2. സോ 100/√2 ചെയ്താൽ അത് കിട്ടും. IM = എത്രയാണ് 10 ആണ് അല്ലേ. 10 IRMS കണ്ടുപിടിക്കാൻ എന്താണ് IM/√2. therefore 10/√2 ചെയ്താൽ അത് കിട്ടും. സോ ദ വോൾട്ടേജ് ലീഡ്സ് ദ കറണ്ട് ബൈ ഇവിടെ എന്താണ് എങ്ങനെയാണ് കറണ്ട് എങ്ങനെയാണ് വോൾട്ടേജ് ലീഡ് ചെയ്തിരുന്നത് 40 ഡിഗ്രിയിലാണ്. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ് ഇവിടെ. സോ പവർ എന്നതിൻ്റെ ഇക്വേഷൻ എന്താണ് പവർ കണ്ടുപിടിക്കാൻ VRMS × IRMS × cos 5 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്താണ് 100/√2 ഇൻറ്റു 10/√2 ഇൻറ്റു cos 40. കാൽക്കുലേറ്റർ എടുത്ത് ചെയ്യാം ഞാൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നിട്ടില്ല. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. നമ്മുടെ ക്ലാസ്സുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഓരോ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, ഓരോ ഇക്വേഷൻ വെച്ചിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് പ്രോബ്ലംസ് മാത്രമേ പറഞ്ഞിട്ട് പോകുന്നു. വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എത്രയാണ് 383 വാട്ട് ആണ് പവർ ഇൻ വാട്ട്സ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇത് വളരെ സിമ്പിളാണ്. 4 മാർക്കിനൊക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിട്ടുള്ളത്. അതായത് ഒരു അയൺ റിങ്ങിൻ്റെ അയൺ റിംഗ് ഓഫ് മീൻ ഡയമീറ്റർ 10 cm ഈസ് യൂണിഫോംലി ബൗണ്ട് വിത്ത് എ കോയിൽ ഓഫ് 2000 turns and a current of 0.25 amp is passed through the coil. A flux density of 0.40 is set up the iron ring. അതിൽ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള മാഗ്നറ്റൈസിങ് ഫോഴ്സും അതിൻ്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് അയൺ ഇത്രയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണ് ഡയമീറ്റർ വന്നിട്ട് 10 cm, റേഡിയസ് 5 cm, അതുപോലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 2000 ആണ്. പിന്നെ എന്താണ് കറണ്ട് 0.25 amps തന്നിട്ടുണ്ട്. പിന്നെ B എന്ന് പറയുന്നത് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 4.4T ആണ്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അതായത് H ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താണ് പെർമിയബിലിറ്റി ഓഫ് അയൺ അതായത് μR നമ്മുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് NI/L എന്ന ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് ഈ മാഗ്നറ്റൈസിങ് ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതുപോലെ നമുക്കറിയാം മ്യൂ കണ്ടുപിടിക്കണം അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റിയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് B = μH ആണ് നമുക്ക് ഇക്വേഷൻ അല്ലേ. നമ്മുടെ കയ്യിൽ മ്യൂ ഉണ്ട്, നമുക്ക് H കണ്ടുപിടിക്കാം. അപ്പോൾ മ്യൂ വാല്യൂ നമുക്ക് ഈസിയായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് μR അതായത് റിലേറ്റീവ് പെർമിയബിലിറ്റിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ മ്യൂ = എന്താണ് B/H ആണ്. സോ ആദ്യം നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റൈസിങ് ഫോഴ്സ് അതായത് H ആണ് കണ്ടുപിടിക്കേണ്ടത് അതായത് NI/L. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, കറൻറ്റ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1591.54 എന്നൊരു വാല്യൂ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് നമുക്ക് H കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം B കണ്ടുപിടിച്ചൂടെ. B നമുക്കറിയാം, ബീൻ്റെ വാല്യൂ അറിയാം. അത് നമുക്ക് മ്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മ്യൂ = എന്താണ് B/H. ബീൻ്റെ വാല്യൂ എത്രയാണ് 0.4 ആണ്. H നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. Hൻ്റെ വാല്യൂ എത്രയാണ് 1591.54 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും 2.
0.513 ഇൻറ്റു 10⁻⁻4 എന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താണ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് അയൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മ്യൂ ഈക്വൽ ടു മ്യൂ നോട്ട് യു ആർ ആണ്. സോ മ്യൂ ആർ ഈക്വൽ ടു എന്താണ്, മ്യൂ ബൈ മ്യൂ നോട്ട് ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും, 199.97 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം എടുക്കുക, കാരണം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ക്ലാസ്സുകൾ കാണുക, റിപ്പീറ്റഡ് ആയി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കാരണം ഇതിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, അതായത് സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒക്കെ ഞാൻ പറഞ്ഞതുപോലെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.